ഭാവിയിൽ ആരാകണമെന്ന് ചോദിച്ച് ടീച്ചറൊരു കോമ്പോസിഷൻ കിട്ടി. എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ആകണമെന്നൊക്കെ എഴുതിയപ്പോൾ ഞാൻ മാത്രം ഒരുപാട് പശുക്കളുള്ള ഒരു ഫാമിന്റെ ഉടമയാകണമെന്ന് എഴുതി. ഒരു കൊച്ചു വാടക വീട്ടിലെ കടക്കാരെ കാണാൻ കരുത്തില്ലാത്ത അഭിമാനിയായ അപ്പച്ചനെ കണ്ടുകൊണ്ട് വീട്ടിലെ പശുവിന്റെ പാല് കടകളിൽ കൊണ്ടുപോയി കൊടുത്ത് സ്കൂളിലെത്തുന്ന പയ്യന് അങ്ങനെയല്ലേ ആഗ്രഹിക്കാൻ പറ്റും. പഠിച്ചൊരു ജോലി സമ്പാദിക്കുന്നതിനെ പറ്റി എഴുതാത്തതിന് ടീച്ചർ അന്നെ വഴക്ക് പറഞ്ഞു. ചുമന്ന മഷി കൊണ്ട് ആ കോമ്പസിഷൻ വെട്ടിക്കളയുകയും ചെയ്തു. നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു. ടീച്ചറിന്റെ വാക്കുകൾ എനിക്ക് കൂടുതൽ വാശിയെ തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ 10ാം ക്ലാസ് കഴിഞ്ഞ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ട് കൊടുക്കാൻ ഞാൻ ഈ സ്ഥലം തിരിച്ചു പിടിച്ചതും ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയതും. ടീച്ചർ വാ. ആ കോമ്പോസിഷൻ ഞാനിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അയ്യോ 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 എന്റെ ബെറ്റ്സി, അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? കരയുമ്പോൾ ആരും കാണാതെ കരയണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ. സ്വന്തം വേദനകളും വിഷമങ്ങളും ഒക്കെ കൊട്ടിക്കൊഴിച്ച് ആളാകാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. മാത്യൂസിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയണോ വേണ്ടെന്നുള്ളത് മാത്യൂസിന്റെ ഇഷ്ടം. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ഫാം ഉണ്ടെന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് മാതൃകയാക്കേണ്ട കാര്യമാണ്. ഈ ഫാമിനെ കുറിച്ച് എന്തെങ്കിലും എനിക്കൊരു പ്രോഗ്രാം ചെയ്തേ പറ്റൂ. ചെയ്യാം. ആനക്കോട്ടിലെ കല്യാണി ആനയുടെ കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് എക്സ്ക്ലൂസീവ് എടുത്ത് ന്യൂസ് ആയി കൊടുക്കാം. ടിവിയിൽ പറയുന്നത് അത് എന്റെ പരിശ്രമത്തിന്റെ ഫലമാണെന്ന് പ്രത്യേകം പറയും. ആന അരട്ട പറ്റുക അല്ല, ഇവിടെ ആനക്കൊട്ടിന് വന്നത്. മോള് ബാംഗ്ലൂരിലെ ഒരു IT കമ്പനിയിലെ CEO ആയിരുന്നു. ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയ അവള് നാട്ടിൽ വന്നൊരു സർക്കാർ ജോലി സ്വീകരിച്ചത്. ആണും പെണ്ണുമായിട്ടൊന്നല്ലേ ഉള്ളൂ. എന്താ പ്രായം പറയില്ലെങ്കിലും വയസ്സ് 32. എനിക്കത് വേണമെങ്കിൽ ഒളിച്ചു വെക്കാനായിരുന്നു.